പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ദൈവസ്നേഹം കൂടാം. ദൈവസ്നേഹം കൂടുമ്പോൾ ഇത് പറ്റും, സംശയം കുറയും അല്ലേ, ഇങ്ങനെ വരണം. അപ്പോൾ വിശ്വാസം വർദ്ധിക്കും. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ അപ്പം വിശ്വാസം വർദ്ധിക്കുമ്പോൾ അമ്മ എന്ത് പറയും? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. എന്നിട്ട് പിന്നീട് പരിശുദ്ധാത്മാവ് വീണ്ടും മറിയത്തോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആര്? മാലാഖ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാലാഖ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് നേരിട്ട് മറിയത്തിൻ്റെ അടുത്ത് വരും. ആരിലൂടെ? എലിസബത്തിലൂടെ വരും. എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് മറിയം പറയും, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞു, മേരി, കർത്താവ് മംഗളവാർത്ത സമയത്ത് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ. അവിടെ അരുളി ചെയ്തത് ആരാണ്? പിതാവായ ദൈവമാണ് അരുളി ചെയ്തത്. ഇപ്പോൾ അരുളി ചെയ്യാൻ പോണത് ആരാണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്. കാര്യം പുത്രനായ ദൈവമാണ് മനുഷ്യാവതാരം ചെയ്യാൻ പോണത്. അതുകൊണ്ടാണ് ആദ്യം കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യം. ലൂക്ക 1:45 എടുത്ത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ മംഗളവാർത്ത സമയത്ത് മാലാഖ വഴി കർത്താവ് പിതാവായ ദൈവം, ലോഡെന്നാണ് പറയണത്, ഫാദറാണത്. അതായത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അനുഗ്രഹീത എന്നാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുമ്പോൾ വരാൻ പോകുന്ന ഇപ്പം ഇതാരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് പറഞ്ഞു, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ അനുഗ്രഹീത. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടിൻ്റെ ഒരു ഘടന കണ്ടില്ലേ? അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുമെന്ന് 16 നമ്മൾ വായിച്ചു. ഇപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ ആണ് മാലാഖ മറിയത്തോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ മറിയം വിശ്വസിച്ചപ്പോൾ അത് വന്ന പോലെയായി. അത് തന്നെയാണ് എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് അതിന് കൺകറൻസ് കൊടുക്കുന്നത്. എന്താണ്? മേരി, നീ വിശ്വസിച്ചു, വരാൻ പോകുന്നെന്ന് ഞാൻ പറഞ്ഞു, അപ്പം നീ വന്നതുപോലെ വിശ്വസിച്ചു, അപ്പം നീ അനുഗ്രഹീതയാണെന്ന്. അത് അനുഗ്രഹീത. അതായത് വരാൻ പോകുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നിറവോടുകൂടി വന്നതുപോലെ അനുഭവിച്ചാൽ വരാൻ പോകുന്ന വിഷയത്തിൻ്റെ മേൽ നമുക്ക് അവകാശം. പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ എന്ത് അവസ്ഥയിലാണെങ്കിലും ഉടമ്പടി എടുത്ത ചില ആൾക്കാർ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഹീലിംഗും അടയാളങ്ങളും ധൈര്യവും സമാധാനവും ക്ഷമയും കിട്ടണത്? എന്തുകൊണ്ടാണ്? അവരതിൽ വിശ്വസിക്കുകയാണ്. ചില ആൾക്കാർ ഉടമ്പടി പുതുക്കിയാലും അവർക്ക് പറയുന്ന സമാധാനം ചിലർക്ക് കിട്ടണില്ല. എന്താ കാര്യം? അവരപ്പോഴും സംശയിച്ചുകൊണ്ടേയിരിക്കും. കാര്യം അവർക്ക് അവരെ തന്നെ സംശയമാണ്. സംശയമുള്ള ആൾക്കാർക്കുള്ള ഗുണം, നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അത് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടി പ്രവർത്തനങ്ങൾ നോക്കിയാൽ മതി. ഉടമ്പടിയിൽ ഇപ്പോൾ പത്രം കൊടുക്കാൻ എടുക്കണ സമയം അത് വാദപ്പനിക്കാരെ പോലെ ഇങ്ങനെ 1, 2 കൊടുത്ത് ആർക്ക് കൊടുത്തും എപ്പോൾ കൊടുക്കും, ന്യൂട്രായിട്ട് കൊടുക്കും. ചില ആൾക്കാർ കടയിൽ കുത്തിയിരിക്കും. വരുന്നവർക്കൊക്കെ ഒരു മുടക്കില്ലല്ലോ, വരുന്നവർക്കെല്ലാം വെറുതെ കൊടുക്കും. പുറത്തിറങ്ങത്തില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പെയിൻറ്റ് പോകുമെന്ന് പറഞ്ഞ് ഉണ്ടാക്കത്തില്ല. അവർക്ക് കടയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വെറുതെ കൊടുക്കും വരുന്നവർക്ക്. ഇത് കൊണ്ടേ വായിക്ക് എന്ന് പറയാം. അപ്പം അവർക്ക് ഏതായാലും അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുണ്ടാക്കണമെന്നുള്ള രീതിയിലാണ് അത് ചെയ്യണത്. അപ്പോൾ അവർക്ക് സ്നേഹമില്ല. അതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങൾ ലാഗ് ചെയ്യും. ആരുടെയും കുഴപ്പമില്ല, അവർ തന്നെ ഉണ്ടാക്കണതാണ്. സ്വയമായിട്ട് കുഴി കുഴിക്കണത്. കാരണം അവർക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഇരിക്കുന്ന ജോമകൾ തന്നെ നോക്കിക്കേ, അവർക്ക് അവർ ഫുൾ ടൈമിൽ പ്രവർത്തിക്കുകയാണ്. അവർ MDH മാസ്റ്റർ ഓഫ് തിയോളജിക്ക് വേണ്ടി ആലുവ പഠിക്കുകയാണ്. പക്ഷേ എന്നിട്ട് ഇവിടുന്ന് 10 കാവി കൊണ്ടുപോയി ആലുവ റെയിൽവേ സ്റ്റേഷനിലെല്ലാം കൊടുക്കും. കൊണ്ട് നടന്ന് അതെന്താ കാര്യം? ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പരിപാടിയാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് സംശയം ഉണ്ടാകത്തില്ല, നമുക്ക് ബോധ്യം ഉണ്ടാവുമെങ്കിൽ എല്ലാം കർത്താവ് വേണ്ട സമയത്ത് ക്രമീകരിക്കും. ദൈവത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മളെന്ത് നോക്കാനാണ്? ദൈവം നമ്മളെക്കാൾ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരെ കണ്ടും അതിനേക്കാൾ ഈ ഭൂമി സൃഷ്ടിച്ച അപാരതയുടെ ഒരു ദൈവമല്ലേ. അപ്പം അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെങ്കിൽ എങ്ങനെയാവോ? 90 ദിവസം പിടിച്ച് നിൽക്കണം. 90 ദിവസം പിടിച്ച് നിൽക്കണം. അത് കഴിയുമ്പോൾ ഭക്തി, 90 ദിവസം പത്തി, 91 ദിവസം പത്തി. അതാണ് സംഭവം. ഉടമ്പടി വർക്ക് ചെയ്യാത്ത അതാണ്.
90 ദിവസം പത്തി, 91 ദിവസം പത്തി. പഴയ സ്വഭാവം, പഴയ ആളായിട്ട് മാറും. ചില ആൾക്കാർ പത്തിയും ഒരുമിച്ച് കൊണ്ടുപോകും. അത് ഭയങ്കര മൂർഖനാണ് മാതാവേ. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്യണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം. ദൈവത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇതിനകത്ത് ഉള്ള റിസ്ക് എന്ന് പറയും. ഉടമ്പടിയിലെ റിസ്ക് എന്ന് പറഞ്ഞാൽ അതാണ്. കാര്യം എന്താ, ഞാനിങ്ങനെ പറയാം, പല ആൾക്കാർക്കും ദൈവത്തെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. എന്താ കാര്യം, അവർ ദൈവത്തെ കണ്ടിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ പുസ്തകത്തിലുള്ള നോളജും എവിടെയെങ്കിലുമൊക്കെ സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്യുകയും വല്ല പ്രസംഗമൊക്കെ കേൾക്കുന്ന ഒരു നോളജ്, അങ്ങനെയല്ല. ഞാൻ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ലക്ഷം മനുഷ്യർ ഞാൻ ദൈവം പ്രവർത്തിക്കുന്ന കണ്ടു. ഞാൻ തന്നെ നേരിട്ട് മാതാവിനെ കണ്ട ആളാണ്. അപ്പോൾ എനിക്കിതേക്കുറിച്ചെല്ലാം കൃത്യതയുണ്ട്. പക്ഷേ അനുഭവജ്ഞാനമാണുള്ളത്, ആശയജ്ഞാനമല്ല. ഇത് ഇന്നവിറ്റബിൾ ഡിഫിറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഐഡിയലായാലും ശരി, റിയൽ വരുമ്പോൾ തോറ്റുപോകും. അത് അനിവാര്യമായ ആശയത്തിൻ്റെ തോൽവിയാണ് അനുഭവത്തിൻ്റെ വിജയമെന്ന് പറയണത്. അതുകൊണ്ട് ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്നത് അനുഭവജ്ഞാനം. ഞാനെപ്പോഴും ചിന്തിക്കുന്നത് ബിബ്ലിക്കൽ തിയോളജി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ബിബ്ലിക്കൽ എക്സ്പീരിയൻസ് തിയോളജി എന്ന് പറയും. എൻ്റെ മനസ്സുടനെ പറയും. അങ്ങനെ ഒരു ശാസ്ത്രമില്ല. ബിബ്ലിക്കൽ തിയോളജി നമ്മൾ ശാസ്ത്രമുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ പഠിക്കണം അതാ, MDH മാസ്റ്റർ ചെയ്യണവർ. അപ്പോൾ എന്താ സംഭവിച്ചാൽ ബിബ്ലിക്കൽ തിയോളജി സബ്ജക്റ്റ്. പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും ബിബ്ലിക്കൽ എക്സ്പീരിയൻസ് തിയോളജി എന്ന് പറയും. ബൈബിളിലുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അത് താത്വിക ജ്ഞാനത്തിന് അവിടെ വലിയ സ്പേസ് ഇല്ല. മനുഷ്യന് അനുഭവം അല്ല എന്നുണ്ടെങ്കിൽ ഇത് അപ്രസക്തമായി തീരുകയും ചെയ്യും. മനുഷ്യനില്ലാതെ ദൈവം നിലനിൽക്കും, ദൈവവചനവും നിലനിൽക്കും. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം? മനുഷ്യന് വേണ്ടിയാണ്. യേശുക്രിസ്തു പോലും മനുഷ്യാവതാരം ചെയ്തത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവതാരം ചെയ്താൽ പോരെ? ഇപ്പം മനുഷ്യനാണ് പ്രാധാന്യം. ഈശോയ്ക്കും അറിയാം എന്താണ് സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്. സാബത്ത് മനുഷ്യന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ വചനവും വചനത്തിൻ്റെ വ്യാഖ്യാനവും സ്പിരിച്വാലിറ്റിയും ആധ്യാത്മികതയും എല്ലാം എന്താണ് മനുഷ്യ ജീവിതത്തിന് വേണ്ടിയും. ഈ കാലം നമ്മളെപ്പോഴും ദൗത്യം പൂർത്തിയായി കഴിയുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ തിരിച്ചെത്തിച്ചേരാൻ വേണ്ടിയുള്ള സംവിധാനമാണ് സഭയെന്ന് പറയുന്നത്. കയ്യടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ആധ്യാത്മികത്തിന് അടിസ്ഥാനമായിട്ട് ഞാൻ മറിയത്തെ അവതരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഈ ഭൂമിയുടെ അനുഭവങ്ങളിലെ അനുഭവത്തിൻ്റെ ആൽഫയും ഒമേഗയുമാണ് മറിയമെന്ന് പറയണത്. ആധ്യാത്മിക അനുഭവത്തിൻ്റെ ആൽഫയും ഒമേഗയാണ്. എന്താ കാര്യം? ഒന്ന്, അവർ പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കുമ്പോൾ തന്നെ, പരിശുദ്ധാത്മാവ് ഗർഭം ധരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നാണക്കേടും മാനക്കേടും സ്ത്രീയെപ്പോലെ അനുഭവിച്ചിട്ട് അവർ പെരുവഴി പ്രസവിക്കാൻ വേണ്ടി ദൈവം വിടുകണവരാണ്. അപ്പോൾ ഒരു മനുഷ്യനെ അനുഭവിക്കും. നിങ്ങൾക്ക് വീടില്ല, വഴിയില്ല, ജോലിയില്ലെന്ന് പറയുമ്പോഴൊക്കെ ഇവിടെ പറഞ്ഞാൽ ആദ്യം ഒന്ന് ചിരിക്കും. പിന്നെ പറയാൻ സാരമില്ല, ഞാൻ നിനക്കളെ ഗതികെട്ടാണ് പ്രസവിച്ചത്, എങ്കിലും നിനക്ക് ഞാൻ തരാമെന്ന് പറയും. അത് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചിട്ട് അവസാനം ഈ മകനെ ഈ നഗ്നനായിട്ട് തുണിയെ കെട്ടിയിട്ട് ഒരു കുറവ് ഇറച്ചിയായിട്ട് ഇങ്ങനെ മടിയിലെടുക്കും. മടിയിലെടുത്തിട്ട് ഇവർ കല്ലറയിൽ വെക്കാൻ വേണ്ടി കൈ നീട്ടി കൊടുക്കും. പിന്നെ ഇവരെ കാണത്തില്ല, ക്രിസ്തുവിനെയും കാണത്തില്ല. ഞാനെപ്പോഴും ഓർക്കും കല്ലറയിൽ അപ്രത്യക്ഷമായത് ഈശോ മാത്രമല്ല, മറിയവും അപ്രത്യക്ഷമായി. ബൈബിളിലും പിന്നെ മറിയത്തെക്കുറിച്ച് അധികം പറയത്തില്ല. എന്താ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് അവൾ വിശ്വസിച്ചു. കർത്താവ് എന്താണ് അരുളി ചെയ്തത്? കർത്താവ് അവളോട് അരുളി ചെയ്തത് എന്താണ്? മനുഷ്യാവതാരത്തിൻ്റെ സമയത്ത് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 1:33. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ലൂക്കാ 1:33. യാക്കോബിന്റെ ഭവനത്തിന്മേൽ പറഞ്ഞ യാക്കോബിന്റെ ഭവനത്തിന്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. അപ്പൊ അവന് മരണമില്ല. മരണത്തെ അവൻ ജയിക്കുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും എല്ലാം ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഇംപ്ലിസിറ്റ്. ഇതാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നോ അമ്മയോടാണ് ആദ്യം പറയണത്. അമ്മ എന്ത് ചെയ്തു? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല, അവൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആദ്യം പിതാവായ ദൈവം മാലാഖയിലൂടെ അമ്മയോട് പറയുമ്പോൾ, എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് എലിസബത്തിനോട് പറയും, നിന്നോട് പറഞ്ഞില്ലേ മേരി, അപ്പായി പറഞ്ഞില്ലേ
അവൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന്, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന്. അതുതന്നെ എനിക്കും പറയാനുള്ളത്. നിന്നെ ബ്ലസ് ചെയ്തിരിക്കണം അപ്പ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ പറഞ്ഞത് നീ വിശ്വസിച്ചു. കർത്താവ് നിന്നെ അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച് നീ കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ആദ്യമായി സാക്ഷിയായി ജീവിച്ച് വിശ്വസിച്ച നീ ഭാഗ്യവതി. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. അപ്പൊ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി ആരാണ്? അമ്മയാണ്. അമ്മയുടെ ജീവിതം മുഴുവനും അപ്പോസ്തലന്മാർ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണത് കർത്താവ് പുനരുദ്ധാനം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ എല്ലാവരും മഗ്ദലന മറിയം ഉൾപ്പെടെ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമാണ്. അമ്മയുടെ ജീവിതം തന്നെ പുനരുദ്ധാനത്തിൻ്റെ ജീവിതം സാക്ഷിയായിട്ട് ജീവിക്കുകയും. എന്താ കാര്യം? കർത്താവ് അരുളി ചെയ്യുന്നത് 1:33 പറഞ്ഞു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ, അതായത് 1:33 എന്താ പറഞ്ഞത്? വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ 16-14 വായിച്ചു. ആ വരാൻ പോകുന്ന കാര്യങ്ങളാണ് മാലാഖ 1:33 പറയണത്. എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായില്ലെന്ന്, അവൻ മരിച്ചാലും പുനരുദ്ധാനം ചെയ്യുമെന്ന്. അതാണ് എലിസബത്തിൻ്റെ വീട്ടിൽ 1:45 ലൂക്ക പറയണത്. മേരി, നീ ബ്ലെസ്സഡാണ്. എന്താണ് കാരണം? കർത്താവ് നിങ്ങളുടെ അളിച്ചത് കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു. അതായത് എന്താണ് വിശ്വസിച്ചത്? കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൽ നീ വിശ്വസിച്ചു. അവൻ്റെ പുനരുദ്ധാനത്തെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മറിയം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കണത്. ഈശോയെ കാണാതെ വരുമ്പോൾ ഞാനും നിൻ്റെ അപ്പനും കൂടി എന്തുമാത്രം നിന്നെ അന്വേഷിച്ചെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, അപ്പം ഈശോ പറയും, മേരി, യു നോ ഇറ്റ്. നിങ്ങൾക്കറിയാം. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്ന് വെച്ചാൽ അറിയാമയ്ക്ക് കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. വഴികളിലൂടെ എല്ലാം മോഹം കെട്ട് വീഴാതെ. യോഹന്നാൻ പറയും, കണ്ടില്ലേ അമ്മയുടെ നിപ്പ് കണ്ടില്ലേ? പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയായിട്ട് മരിച്ചു കിടക്കുന്ന മകൻ്റെ മുമ്പിൽ ഏതെങ്കിലും അമ്മ ഇങ്ങനെ നിൽക്കുമോ? ഏതമ്മയാലും ബോധം കെട്ട് താഴെ വീണ കിടക്കത്തില്ലേ? കണ്ടില്ലേ നിൽക്കണ നിപ്പ് കണ്ടില്ലേ? എന്താണ്? അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. ആരായിട്ട് നിന്ന്? ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയായിട്ട്. ഇപ്പം നിന്നതല്ലല്ലോ, മംഗളവാർത്ത കാലം മുതൽ തന്നെ അവർ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെയാണ് പല വിഷയങ്ങളും അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കണത്. എന്താണ് സംഗ്രഹിക്കണത്? എല്ലാത്തിൻ്റെ അവസാനം എൻ്റെ മകൻ ദൗത്യം പൂർത്തിയാക്കി പുനരുദ്ധാനം ചെയ്യും, ലോകത്തിൻ്റെ രക്ഷ കൈവരും. രക്ഷയെ ധ്യാനിച്ചുകൊണ്ടാണ് അമ്മയെല്ലാം ക്രിസ്തുവിലൂടെ സംഭവിക്കാൻ പോകുന്ന പുനരുദ്ധാനത്തിലൂടെ വരാൻ സമാഗതമാകാൻ പോകുന്ന മനുഷ്യൻ്റെ രക്ഷയെ ധ്യാനിച്ചുകൊണ്ട് അമ്മ ഒറ്റ വാക്കിൽ ഒതുക്കും. എന്താണ്? മേരി ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കയ്യടിക്കട്ടെ. ഇതാണ് മാതാവ് നൽകുന്ന ജീവിത ദർശനം എന്ന് പറയുന്നത്. ഇതാണ് ഉടമ്പടിയുടെ ദർശനം. ഉടമ്പടി ജീവിത ദർശനം എന്താണ്? എന്ത് സംഭവിച്ചാലും അത് അപ്പായുടെ തിരുമനസ്സിൻ്റെ കീഴ്പ്പെടുന്നുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോൾ അമ്മ ഉള്ളിൽ പറയുന്നതാണ്, ഞാൻ സാക്ഷിയാണ്. എന്തിൻ്റെ സാക്ഷിയാണ്? പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി. ദൈവപൈതലേ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നന്മയും തിന്മയും വരാം. പക്ഷെ ക്രിസ്ത്യാനിക്കോ വിശ്വാസിക്കോ തിന്മയില്ല. എന്താ കാര്യം? എല്ലാ തിന്മകളിലും കുരിശൊരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് അവൻ മഹത്വവൽക്കരിക്കപ്പെട്ടത്. മുൾക്കിരീടം ഒരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് അവൻ പാപത്തിന്മേൽ അധികാരം സ്ഥാപിച്ചത്. അവൻ്റെ തിരുവിലാലും മുറിവ് ഒരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് ആ സ്നേഹിച്ച് ലോകത്തെ കീഴടക്കിയത്. അത് ലോകത്തെ കീഴടക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു, ഞാൻ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും, കുരിശുകളുണ്ടാവും, തിരുവിലാൽ മുറിവുണ്ടാവും, മുൾക്കിരീടമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവൻ. പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ പുനരുത്ഥാനത്തെ സാക്ഷിയാകാൻ ഓർത്തുകൊണ്ട് മാതാവിനെ പോലെ സാക്ഷ്യം വഹിക്കുവാൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശക്തരാകാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുന്ന ഇന്നലെ നമുക്ക് നടന്നത് 33 സാക്ഷ്യങ്ങളാണ്. എ ഗ്രേഡായിട്ടുള്ള വലിയ സാക്ഷ്യങ്ങളാണ്. നമ്മളെ ദൈവം വചനവും വചനാധിഷ്ഠിതമായ ജീവിതവും കർത്താവിൻ്റെ പുനരുത്ഥാനവും സുവിശേഷവും സാക്ഷ്യവും ഒക്കെ വളരെ ഗുരുതരമായ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ നീതിയെക്കുറിച്ച് അന്വേഷിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവ് ചേർത്ത് നൽകുന്നതാണെന്നാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്തം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴേ നിങ്ങൾ പരസ്പരം
ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ ഈ സമയത്ത് ഉടമ്പടി മുഴുവൻ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യും പ്രാർത്ഥനയിൽ. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി മക്കൾ ഇടിമുഴക്കം പോലെ സ്തുതിച്ചാൽ മതി. ഞാൻ വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ജൂബിലിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാണ്. ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാണ്. ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ, അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. സന്ധിബന്ധങ്ങളിലെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ, മാംസപേശികളിലെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ, രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ, രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ അകത്ത് ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവദുരിതങ്ങൾ, ആന്തരിക രോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. സുവിശേഷ സാക്ഷിയാകാൻ പ്രത്യേക അഭിഷേകം ലഭിക്കട്ടെ. കർത്താവെ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവെ, വീടിലെ വേദന വിട്ടുമാറാത്തവർ, ജീവിതമാർഗം മുട്ടിപ്പോയവർ, ജോലി, പഠനം, പരീക്ഷ, കർത്താവെ, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിൽ സംഘർഷത്തോടെ ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ സാന്ത്വനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പോകാനിരിക്കുന്നവർ, ആശുപത്രി കിടക്കുന്നവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞു വിട്ട് താമസിക്കുന്നവർ, കർത്താവെ, മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, ഡൈവേഴ്സ്, കർത്താവെ, ഡൈവേഴ്സിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതിൽ അകപ്പെട്ടു പോയവർ എല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സഹകരണ ഈശോയെ നിലനിൽക്കേണ്ട മക്കൾ, തെറ്റായ പ്രണയത്തിൽ കുടുങ്ങിയവർ, അതുപോലെ പ്രണയത്തിൽ കുടുങ്ങിപ്പോയവർ, കുടുംബത്തിന് ദോഷമുണ്ടാക്കുന്നവർ, കുടുംബത്തിന് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക തകർച്ചയും ജീവിത തകർച്ചയും കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളും സുഖങ്ങൾക്കൊക്കെ വേണ്ടി ജീവിതത്തെയും മാതാപിതാക്കന്മാരെ വിട്ടെറിഞ്ഞ് പോയിട്ടുള്ള ബുദ്ധിമോശം കാണിച്ചുള്ള വ്യക്തികൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ കർത്താവിൻ്റെ ആത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജോലി ഇല്ലാത്തവരെ, സാമ്പത്തിക കടങ്ങളുള്ളവരെ, ജപ്തി നടപടി നടക്കുന്നവരെ, അതിലകപ്പെട്ടു പോയിരിക്കുന്നവരെ, ഒറ്റ പാട്ടം, അതുപോലെ തന്നെ കർത്താവ് അതിലേക്ക് അകപ്പെട്ടിരിക്കുന്നവരെ, ജീവിതമാർഗത്തിന് മാർഗമില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, തിരിച്ചു പോരാൻ പോകുന്നവരെ, വിസ നഷ്ടപ്പെട്ടവരെ, പലതരത്തിൽ കർത്താവെ വിസ പുതുക്കി കിട്ടാത്തവരെ, അന്യനാടുകളിൽ വേദന അനുഭവിച്ച് ജീവിക്കുന്നവരെ, കർത്താവേ, എല്ലാ മക്കളുടേക്കും ദൈവത്തിന് സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. കർത്താവിൻ്റെ ആത്മാവ് ഇടിത്തീ പോലെ, കർത്താവിൻ്റെ ആത്മാവ് ഏലിയായി നിവസിച്ച പരിശുദ്ധാത്മാവ്, ദാവീദ് നിവസിച്ച പരിശുദ്ധാത്മാവ്, യേശു ക്രിസ്തു നിവസിച്ച പരിശുദ്ധാത്മാവ്, ശിഷ്യന്മാർ ഇറങ്ങിവച്ച പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടെ, അഭിഷേകം ചെയ്യപ്പെട്ടെ, അഭിഷേകം ചെയ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കോശങ്ങളും പേശികളും യേശുവിന്റെ നാമത്തിൽ പെരുമഴ പോലെ, കൊടുങ്കാറ്റ് പോലെ വീശി അടിക്കട്ടെ. ആത്മാവിനെ വീശടിക്കട്ടെ, ആത്മാവ് വീശടിക്കട്ടെ. യേശുവിന്റെ നാമം ദൈവവിളികളില്ലാത്ത കുടുംബങ്ങള്, ദൈവവിളികൾക്ക് എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളുള്ളവര്, ദൈവവിളി നഷ്ടപ്പെടാൻ പോകുന്നവര്, എല്ലാ സ്ഥലത്തും പ്രാർത്ഥിക്കും. പുതിയ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് എല്ലാവരുടെയും ദൈവത്തിന്റെ കണ്ടെത്തരട്ടെ. കൊടുക്കാൻ പോകുന്ന വിഷയത്തിന് മേലും മൗനമായി പ്രാർത്ഥിക്കുക.
സമാപന ആശീർവാദത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് മൗന സമർപ്പണം ചെയ്ത് പുനരുദ്ധാനത്തിൻ്റെ ആദ്യ സാക്ഷ്യം വഹിക്കുവാൻ ഈ ആരാധനയിലൂടെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. Ave, Ave, Ave Maria, Ave, Ave, Ave Maria. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാ ദിവസവും അച്ഛൻ പറയണതാണ് 5:30 മണിയാകുമ്പോൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥന